ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗോവിന്ദേട്ടൻ എന്നിങ്ങനെ അവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായയായിട്ട് കനക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മൂർത്തി സാർ എന്നെ ഇന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം അയ്യോ അത് പറയാൻ ഞാനങ്ങ് മറന്നുപോയെന്നേ, എന്നെ ആദർശമായിട്ട് മുത്തശ്ശിയും വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും അവിടെ എത്തണമെന്ന്. നന്ദുവിനെയും കൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാനേ പറ്റില്ല, എനിക്ക് ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ അന്നേരം പറയും കേട്ടോ. അതുകൊണ്ട് അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പം അവിടെ എന്തോ ആഘോഷം നടക്കുന്നുണ്ട് കനകെ. ഗോവിന്ദേട്ട, എന്ത് ആഘോഷമാണെന്ന് പറഞ്ഞാലും ആദർശം നയനയും അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല. പിന്നെ എനിക്കാണോ കനകയെ താല്പര്യം? അതെ, ആദർശം നയനയും ഇല്ലാത്ത അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലാൻ എനിക്ക് ഒരുപാട് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. വലിയ വിജയങ്ങൾ ജ്വല്ലറിക്ക് ഇപ്പോൾ ഉണ്ടായില്ലേ, അതിൻ്റെ എന്തെങ്കിലും പാർട്ടിയോ മറ്റോ നടത്തുകയൊക്കെ ആയിരിക്കും. അതിന് 2 ദിവസം കഴിയുമ്പോൾ അനിയുടെ നിശ്ചയമാണല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നടത്തിയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അവരുടെ തീരുമാനമല്ലേ. മൂർത്തി സാറും അമ്മയും എന്തായാലും കാര്യമില്ലാത്ത കാര്യത്തിന് പൈസ കളയുന്ന ആൾക്കാരല്ലല്ലോ. കോടികളുണ്ടെങ്കിലും അവരൊക്കെ പൈസയുടെ മൂല്യം അറിഞ്ഞ് വിനിയോഗിക്കുന്നവരല്ലേ, നമ്മളെപ്പോലൊന്നും അല്ല എന്ന് കനക പറയുമ്പം അതെന്താ അങ്ങനെ പറഞ്ഞു, നമ്മളെന്താ പിന്നെ ധാരാളികളാണോ എന്ന് കനക ചോദിച്ചു. നമ്മുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുൻപ് വരവിനേക്കാൾ കൂടുതൽ ചിലവായിരുന്നേ, അത് മറക്കരുത്. കുട്ടികളെ കോടീശ്വരന്മാരായ പയ്യന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആർഭാടത്തോടെ ആയിരുന്നില്ലേ നീ നടന്നിരുന്നത്. പിന്നെ വലിയ കാശുകാർ പോലും അത്ര ആഡംബരമൊന്നും കാണിച്ചിട്ടുണ്ടാവത്തില്ല. അത് ശരിയാ, അന്ന് അമ്മയുടെ ആ സ്വഭാവം ഏറ്റവും കൂടുതൽ മുതലാക്കിയത് നവ്യേച്ചിയാണെന്നും പറഞ്ഞ് ഇത് കേട്ട് നന്ദു അങ്ങോട്ടേക്ക് വന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ? അല്ല, അതിനിപ്പോൾ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. അവളിപ്പോൾ എന്നെ കണ്ടാലേ മിണ്ടത്ത് പോലും ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അനന്തപുരിയിലേക്കൊന്ന് പോവുക. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും മൂർത്തി സാറ് അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. അവിടെ എന്താ ആഘോഷം നടക്കുമെന്ന്. ആഘോഷമോ? എന്താഘോഷം നടക്കാനാണെന്ന് നന്ദു ചോദിക്കുമ്പോൾ അതെന്താണെന്നൊന്നും അറിയത്തില്ല മോളെ, അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞങ്ങൾ അതേപ്പറ്റി ചോദിച്ചപ്പം അതൊക്കെ ഒരു സസ്പെൻസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി അനി എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദു അന്നേരം ചിന്തിക്കുകയാണ് മനസ്സിൽ. അല്ല, എന്നെ കൊണ്ട് ചെല്ലണമെന്നാരും പറഞ്ഞില്ല? പറഞ്ഞായിരുന്നു, പക്ഷെ നിന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് കനക. നീ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? നീ ഇപ്പോൾ അനിയുടെ നിശ്ചയത്തിന് പോലും അങ്ങോട്ട് വരേണ്ടതായിട്ടുള്ള ഒരാവശ്യമില്ല. അല്ലെങ്കിലും ഞാൻ വരുന്നില്ല, അച്ഛനും അമ്മയും കൂടെ അങ്ങ് പോയാൽ മതിയെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അനിയുടെ കല്യാണം കഴിയുന്നത് വരെ നീ ഇത്രയും നിരാശപ്പെട്ടാലും ശരി, നിന്നെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞു. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല എന്ന് അർത്ഥമല്ലേ എന്ന് നന്ദു. നിന്നെ വിശ്വാസമൊക്കെയാ, പക്ഷെ അനിയുടെ കാര്യത്തിൽ മാത്രം എൻ്റെ നന്ദൂട്ടനെ ഞങ്ങൾക്ക് 2 പേർക്കും തീരെ വിശ്വാസമില്ല. അവൻ രാത്രിയിൽ മതിൽ ചാടിയൊക്കെ വീടിനകത്ത് വരുന്നുണ്ടെന്നൊക്കെയാണ് ഞങ്ങളുടെ സംശയം എന്നൊക്കെ കനക പറയുമ്പോൾ നന്ദു അന്തം വിട്ടെങ്കിലും നോക്കുക. അങ്ങനെ ചില തട്ടലും മുട്ടലും ഒക്കെ കുറച്ച് നാൾ മുന്നേ കേട്ടായിരുന്നല്ലോ. അമ്മേ, ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് നന്ദു പറയുമ്പം എന്ത് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലും അനയുടെ കാര്യത്തിൽ നീ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെയാണ്. അല്ലാതെ നിനക്കതിനെ കൊമ്പൊന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഈ അമ്മ എത്രയും കാലം എങ്ങനെയാച്ചാ സഹിച്ചതെന്ന് കനകയെ പറ്റി നന്ദുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മക്കളെ സഹിച്ചില്ലേ, അതുപോലൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. ഞാൻ കേൾക്കുന്നുണ്ടേ എന്ന് കനക അകത്തുനിന്ന് നേരം വിളിച്ചു പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ അനന്തപുരിയിൽ അവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അജയനും ജയനും എല്ലാവരും. ആരാണ് വരാൻ പോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ, എന്നാലും സസ്പെൻസ്, അത് വല്ലാത്തൊരു സസ്പെൻസ് ആയിപ്പോയി. 2 VIP വരുന്നെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജയൻ. എന്നാലും ഇത് ആരാണെന്നെന്താ പറയാത്തതെന്ന് അജയ്. ആ സമയം നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ജ്വല്ലറിയിൽ ഒരു 10-20 വർഷം മുൻപ് റെക്കോർഡ് സെയിൽ നടന്നപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും ബൾക്കായിട്ട് സ്വർണം വാങ്ങിയ ഒരു സേട്ടിനെ അച്ഛൻ ഇവിടെ വരുത്തി ആദരിച്ചത്. അപ്പോൾ അനിയും അതുപോലെ അബിയും ഒക്കെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അന്നും ഇതേപോലെ താലപ്പൊലിയൊക്കെ ആയിട്ടാണല്ലോ അദ്ദേഹത്തെയും ഭാര്യയെയും സ്വീകരിച്ചത്. അങ്ങനത്തെ മുത്തശ്ശൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് അന്നേരം അനി പറഞ്ഞു അവിടെ നിന്ന്. അപ്പോഴാണ് ജാനകിയും ദേവയാനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പുറ സൈഡിൽ നിന്ന് ജലജയും നവ്യയും അവന്തികയും കൂടി ഇറങ്ങി വരുന്നത്. അങ്ങനെ അവരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സഭ പൂർണ്ണമായി. എല്ലാം റെഡിയാക്കിയോന്ന് ജയൻ ചോദിച്ചു. VIP വരുമ്പോൾ താലപ്പൊലിയെ മസ്റ്റാട്ടോ, അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ജയേട്ടാന്ന് ദേവയാനി പറഞ്ഞു.
എടാ മോനെ, ഇന്ന് VIP വരുന്നത് നിന്നെ ആദരിക്കാനും അഭിനന്ദിക്കാനും വേണ്ടിയാ എന്ന് ജാനകിയുടെ വക ഡയലോഗ്. എന്നാലും ഈ സമയത്തെങ്കിലും ആദർശനും നയനയും തിരികെ വിളിക്കായിരുന്നു എന്ന് ജലജ പറയുമ്പം ആദർശും നയനയും അവരുടെ ഇഷ്ടപ്രകാരം വീട് വിട്ടു പോയതാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛൻ തിരികെ വിളിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ജലജെ എന്ന് ജാനകി ചോദിക്കുമ്പം അതുവിന് അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും തിരികെ വിളിക്കാൻ പോകുന്നില്ല എന്ന് ജലജ പറഞ്ഞു. ഇന്നിവിടെ എത്ര വലിയ VIP വന്നാലും അവരെന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടനും ഏട്ടത്തിക്ക് മുകളിലല്ല എന്ന് അനി അന്നേരം പറയുവാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 90% ക്രെഡിറ്റും ആദർശേട്ടനും ഏട്ടത്തിക്കും അവകാശപ്പെട്ടത് തന്നെയാണെന്നും അനി പറഞ്ഞു. ഇത് നീ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു എന്ന് കരുതി അച്ഛൻ അത് സമ്മതിച്ച് തരില്ല എന്ന് ജാനകി. അന്നേരം എടാ മോനെ, നീ MD ആയതിനു ശേഷമാണ് തകർന്നു പോയ മൂർത്തീസ് ജ്വല്ലറി ഈ രീതിയിൽ ഉയർത്തെഴുന്നേറ്റത് എന്ന് ജലജ പറയുമ്പം അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ എന്ന് ജാനകി. അവധിക്ക് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുക. ഇപ്പം നീ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്നും ഇവൻ്റെ തനി സ്വരൂപമായ നാഗേന്ദ്രനെ കണ്ടെത്തിയത് ആദർശിൻ്റെ മിടുക്കുകൊണ്ടാണെന്നും പറഞ്ഞ് അജയൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് അയാളുടെ കാര്യങ്ങൾ വെറുതെ ഇവിടെ സംസാരിക്കരുത് ഏട്ടാ, അയാളുടെ പേര് കേട്ടാൽ തന്നെ എൻ്റെ രക്തം കൊണ്ട് തിളയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജലജ അന്നേരം പറഞ്ഞു. ഇവനെ AN ജ്വല്ലറിയുടെ മാനേജറാക്കിയത് മിക്കവാറും നാഗേന്ദ്രൻ തന്നെ ആയിരിക്കും എന്ന് ജയൻ പറയുമ്പം എൻ്റെ അമ്മാവ, ഞാൻ ഇതുവരെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് അഭി അന്നേരം പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുക അവന്തികയൊക്കെ. ആ പറച്ചിൽ 100% സത്യമായിരിക്കണമെന്ന് ജലജ. ഒരു സമയത്തെ എന്നെ മക്കളെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ അയാളൊരു ശ്രമം നടത്തിയതാണെന്ന് ജലജ പറയുക. അന്ന് അയാൾ തോറ്റുപോയി. അതിൻ്റെ പകയും പ്രതികാരവും ഉള്ളിൽ വെച്ചുകൊണ്ടാണോ അയാൾ വന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നും ജലജ പറയുക. അപ്പോഴും അവന്തികയും അഭിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. ഇപ്പം അച്ഛൻ ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ വേണമെന്ന് പറഞ്ഞാലും സത്യം പറയാമല്ലോ, എനിക്കതിനൊരു മൂടൊന്നും ഇല്ലെന്ന് ജലജ. അപ്പം ഈ നാഗേന്ദ്രനെ പറ്റി ജലജ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിയും അവന്തികയും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. എന്ന് വെച്ചാൽ നാഗേന്ദ്രൻ ഈ നാട്ടിൽ കാലുകുത്തിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങിയതാണെന്നും ജലജ പറയണു. അത്രയ്ക്ക് ക്രൂരനാണ് നിങ്ങളുടെ അച്ഛൻ എന്നൊക്കെ ജലജ പറയുമ്പം അതേ സ്വഭാവം തന്നെയാടി നിൻ്റെ മോനും കിട്ടിയിരിക്കുന്നത് എന്ന് നേരത്തേക്കും ചാടിക്കയറി നമ്മുടെ അജയൻ അങ്ങ് പറഞ്ഞ്. അപ്പം നാഗേന്ദ്രൻ മുട്ടുകുത്തിയതിൽ അച്ഛന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്, അതുപോലെ തന്നെ അഭിമാനമുണ്ടെന്നും അതിന് കാരണക്കാരായ ആരെയോ ആണ് അച്ഛൻ ഇന്ന് അകത്തേക്ക് ആനയിക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും ജയൻ അന്നേരം അവിടെ വെച്ചിങ്ങനെ പറഞ്ഞു തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം നമ്മുടെ കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞിങ്ങനെ അവർ വന്നു. അപ്പോൾ നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ജലജ ചോദിച്ചു. അപ്പോൾ അജയൻ ദേഷ്യപ്പെട്ടു. ഞങ്ങളെ ഇവിടുത്തെ മൂർത്തി സാറും അമ്മയാണ് വിളിച്ചതെന്ന് ഗോവിന്ദൻ പറയാം. എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. കാരണം കുറച്ച് മുൻപ് വരെ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു എന്ന് ജയൻ പറയാം. പിന്നെ പുറത്തു പോയി അച്ഛൻ വിളിച്ച് പറഞ്ഞു 2 VIP ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതിന് ഇവനെ ഇവളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കിട്ട് കാര്യമുണ്ടായിരുന്നു എന്ന് ജലജ മനസ്സിൽ പറയാം. ഞങ്ങൾ താലപ്പൊലിയായിട്ട് VIP സ്വീകരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് ദേവയാനി പറയുമ്പം അല്ല, ആദർശമോൻ കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തിയായിരുന്നല്ലോ, അപ്പം പിന്നെ അവരെ തിരികെ വിളിക്കായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം മൗനം പാലിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ജാനകിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അന്നേരം അത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അജയൻ പറഞ്ഞു. അച്ഛൻ ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിൽ ഇതുവരെ കാണാത്ത ഒരു വാശിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്ന് നടന്ന ആ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പോലും നയനയുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഒന്നാമതെത്തിയതെന്നുള്ള കാര്യവും അജയൻ പറയുമ്പം അതൊക്കെ എത്ര തവണ മുത്തശ്ശനോട് പറഞ്ഞതാ, എന്നിട്ട് മുത്തശ്ശൻ ഒരു മാറ്റവും ഇല്ല എന്ന് അനിയും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടും സഹിക്കുന്നില്ല അവന്തികയ്ക്ക്. ഇപ്പോൾ കനകയും ഭയങ്കര അഭിമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. മകള് കാരണമാണ് അനന്തപുരി വിജയിച്ചത് എന്നുള്ളൊരിതിൽ. അങ്ങനെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ വന്നപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അതേ അച്ഛനും അമ്മയും എത്തി. ജാനകി ജലജയ വാ താലപ്പൊലി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ താലപ്പൊലി എടുക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ അച്ഛനെ അമ്മയെ സ്വീകരിക്കാനാണോ താലപ്പൊലിയൊക്കെ ആയിട്ട് നിൽക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ട് പുറകെ വേറൊരു വണ്ടി വരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് അടുത്ത ആൾക്കാർ, അതായത് ചെണ്ടമേളവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മുത്തുക്കുട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നു. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് അകത്ത് നിൽക്കുന്നവർ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ നിൽക്കുക. താലപ്പൊലിയായിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് അവരെവിടെ എന്ന് മുത്തശ്ശൻ ഇവരോട് ചോദിച്ചു. അപ്പോഴേക്കും പെണ്ണുങ്ങളെല്ലാവരും താലപ്പൊലിയായിട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ എല്ലാവരും താലപ്പൊലിയായിട്ട് വന്നിങ്ങനെ നിൽക്കുമ്പം
ദേ 2 സൈഡിലായിട്ട് നിൽക്കാൻ പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ദേ പറഞ്ഞതുപോലെ തന്നെ അപ്പുറവും ഇപ്പുറവും എല്ലാവരും നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഇവർക്കിങ്ങനെ അത്ഭുതം കിട്ടും. എന്തായാലും മുത്തശ്ശൻ കൊള്ളാം, VIP സ്വീകരിക്കാൻ എല്ലാം തയ്യാറെടുപ്പോടെയാണല്ലോ വന്നിരിക്കുന്നതെന്ന് അഭി പറഞ്ഞു. നമ്മൾ ഇന്ന് ഈ വീട്ടിലേക്ക് ആനയിക്കാൻ പോകുന്ന VIP ചെറിയ ആൾക്കാരല്ല എന്നും. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക കേട്ടോ, ആരാത്, അവരെല്ലാ അർത്ഥത്തിലും വിജയിച്ചവരാണെന്നൊക്കെ പറഞ്ഞ്. അതുമാത്രമല്ല, നമ്മുടെ ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് അവരുടെ സംഭാവനകൾ ചെറുതല്ല എന്നും മുത്തശ്ശൻ പറയാം. അപ്പോഴും എല്ലാവരും അന്തപ്പെട്ടിങ്ങനെ നോക്കുക. അതിന് അവർക്ക് ഇങ്ങനൊരു സ്വീകരണം തന്നെയാണ് നൽകേണ്ടതെന്നും പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നു ആ വീട്ടുമുറ്റത്തേക്ക് ആ വണ്ടിയിൽ ആരാണോ ഇറങ്ങുന്നതെന്ന് ഓർത്ത് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂർത്തീസ് ജ്വല്ലറിയുടെ നട്ടെല്ലായ 2 VIP നമ്മൾ അകത്തേക്ക് ആനയിക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്പോഴും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശൻ, അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ആരാ എന്താണെന്ന്. അപ്പോഴത്തേക്കും അവിടെ കൊട്ടും മേളമൊക്കെ മുറുകി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വണ്ടിയുടെ ഡോറ് തുറന്ന് ആദർശും നയനിയും അതിൽ നിന്ന് ഇറങ്ങി വരുന്നു. കണ്ണ് തള്ളിപ്പിടിച്ചെല്ലാവരും ഇങ്ങനെ നോക്കുക. ഞെട്ടിപ്പോയത് അവന്തികയും അഭിയും അതുപോലെ ജലജയും പിന്നെ ജാനകിയും. ബാക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. ഇവരോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ 2 പേരും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അജയനും ജയനും അതുപോലെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ദേ എല്ലാവരുടെയും മുന്നിൽ വന്ന് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ജാനകിയുടെ മുഖം അങ്ങ് കറുത്തിരുണ്ട്, കാർമേഘം മുഴുവനും കൂടെ കൂടി ഇങ്ങനെ നിൽക്കുക. നവ്യക്കാണെങ്കിൽ സന്തോഷം ഒരുപാടാണ്, പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നവ്യ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇവർ 2 പേരും കൂടി അവരുടെ എല്ലാം അടുത്തേക്ക് നടന്നു വന്നു. മുത്തശ്ശൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് വന്നങ്ങ് പിടിച്ചു നമ്മുടെ ആദർശ്. അവന്തികയുടെ കണ്ണിങ്ങനെ ഉന്തി പുറത്തെ ആടി കിടക്കുവാണ്. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ലല്ലോ എന്നുള്ളൊരിതിൽ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ വീട്ടിൽ നിന്നും രാജു ഉപേക്ഷിച്ചു പോയ രാജാവിനെ പോലെയാണ് എൻ്റെ കൊച്ചുമോൻ പടിയിറങ്ങിപ്പോയത് എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ അനിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. പിന്നെ അതിനു പിന്നാലെ അവൻ്റെ ഭാര്യയും അവൻ്റെ അടുത്തേക്ക് പോയി എന്നും മുത്തശ്ശൻ പറയാം. ഇപ്പം ഈ അനന്തപുര തറവാട്ടിലേക്ക് അവരെ തിരിച്ചു വിളിക്കാനുള്ള സമയമായി എന്ന് പറയണു. നിൽക്കുക ജാനകി. എല്ലാ അർത്ഥത്തിലും ഇവർക്ക് ഇനി ഈ തറവാട്ടിൽ ജീവിക്കാൻ മറ്റാരെക്കാളും അർഹതയുണ്ട് എന്നും മുത്തശ്ശൻ പറയുക. ഇതൊക്കെ കേട്ട് ആദർശം ഞാനിങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പക്ഷേ എന്നെക്കാളും ഇയാളെക്കാളും അർഹതയുണ്ട് എന്നും കൂടി മുത്തശ്ശൻ ഇതിൻ്റെ കൂടെ അങ്ങ് കൂട്ടിച്ചേർത്തു. ഗോവിന്ദേണ്ണനും കനകയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ, ദേവയാനി നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ മോനും മരുമോളുമാണ് വന്നിരിക്കുന്നതെന്നും ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് ആനയിക്കാനും മുത്തശ്ശി പറയാം. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഓടി ഇറങ്ങി ചെന്നു. എന്നിട്ട് അവരെ 2 പേരെയും ആരതി ഒഴിഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ കലി കയറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. അങ്ങനെ മക്കളെ 2 പേരെയും ആരതി ഒഴിഞ്ഞ് നമ്മുടെ ദേവയാനി അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോകുക കേട്ടോ. കുശുമ്പുള്ളവരെല്ലാവരും പുറത്തു നിൽപ്പുണ്ട്. ജാനകി, ജലജ, അതുപോലെ അഭി, ഇവരെല്ലാവരും ഏറ്റവും പുറകെയാണ് പോകുന്നത്. അപ്പോൾ മകൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ആദ്യമാണ് ജാനകിക്ക്. ജാനകി എന്നിട്ട് ഭയങ്കര കലിപ്പിൽ നിൽക്കാം. ഇനി എൻ്റെ മോൻ്റെ MD സ്ഥാനം ഇവന് കൊടുക്കുമായിരിക്കുമോ എന്ന് ജാനകി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ജലജ വന്നിട്ട്, ജാനകി നീ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്കും അറിയാം. ആദർശം മടങ്ങി വന്ന സ്ഥിതിക്ക് ഇനി ഈ പനിയുടെ കാര്യം പറഞ്ഞില്ലായിരിക്കും, എന്നാലും നീ വിട്ടുകൊടുത്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ജലജ ജാനകിയും കൊണ്ട് അകത്തേക്ക് പോകുന്നത്. എല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നു. നാശം എന്നും പറഞ്ഞുകൊണ്ട് അഭി നിൽക്കുക. അപ്പം അജയ നിങ്ങളോട് പോലും പറയാതെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തെന്നും അത് പക്ഷേ ഞാൻ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഒരു കൊച്ചുമോൻ തിരിച്ചറിഞ്ഞിരുന്നെന്നും നമ്മളുടെ ഇപ്പോഴത്തെ MD ആണതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയും. അപ്പോഴത്തേക്ക് അനി ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആദർശ് മുംബൈയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഒരു ശത്രു അവൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം. എന്നിട്ടും അവൻ ചതിക്കപ്പെട്ടു. പിന്നെ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി എൻ്റെ കൊച്ചുമോൻ ഒരിടത്തും പരാജയപ്പെട്ടു പോകരുത് എന്ന്. അങ്ങനെ മുത്തശ്ശൻ കഥകളെല്ലാം പറയുക എല്ലാവരോടുമായിട്ട്. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞാൻ ഇവനെ MD സ്ഥാനത്ത് നിന്നും നീക്കിയതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. അതിനുശേഷം എൻ്റെ കൊച്ചുമോൻ വീട് വിട്ടു പോയപ്പോൾ ഞാനത് തടയാതിരുന്നത് ഇവൻ്റെ വിജയം മുന്നിൽ കണ്ടിട്ട് തന്നെയാണെന്ന് മുത്തശ്ശൻ പറയാം. ഇതെല്ലാം കേട്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ജാനകിക്ക് അത്രയും കലിപ്പാണ്. അതിനുശേഷം നയനമോള് കൂടി ഇവൻ്റെ പിന്നാലെ പോയപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. അന്ന് പക്ഷേ എൻ്റെ മുന്നിൽ നിന്ന് എന്നെ കുറ്റപ്പെടുത്തിയ എൻ്റെ വസുന്ധരയോട്
എനിക്ക് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു എന്നുള്ള കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുന്നു. അതിനുശേഷം എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയായിരുന്നു എന്നും മുത്തശ്ശൻ പറയാം. എടോ ഗോവിന്ദോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണവന്മാർ ഇതുപോലെ ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് തരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ ഒരുപാടുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. ജീവിതം പഠിച്ചില്ലെങ്കിൽ കാരണവന്മാർ അത് നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. അതായിരുന്നു അന്നത്തെ രീതി. അതുതന്നെയാണ് ഞാൻ ഇവിടെയും പ്രാവർത്തികമാക്കിയത് എന്ന് പറഞ്ഞിരിക്കുക അവന്തിക. വാശിയോടെ അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്തിറങ്ങിയ എൻ്റെ കൊച്ചുമോൻ ഉറപ്പായിട്ടും മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളെയെല്ലാം കണ്ടെത്തുമെന്നും അവരെ ഇല്ലായ്മ ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും മുത്തശ്ശൻ പറയുക. അതുതന്നെയല്ലേ ശരിക്കും സംഭവിച്ചത്. അപ്പോൾ നവി ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നും പറഞ്ഞ് നിൽക്കുക ജാനകി. പുറത്തു പോയ ആദർശിന് വാശിയായിരുന്നു അവനെ തള്ളിപ്പറഞ്ഞ് എനിക്ക് മുന്നിൽ വിജയിക്കണം എന്നുള്ളത്. ഇതുപോലെ ഗംഭീരമായിട്ട് തിരിച്ചു വരണമെന്ന് എൻ്റെ കൊച്ചുമോൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും അവന് നഷ്ടപ്പെട്ടു പോയ MD സ്ഥാനം തിരിച്ചു കിട്ടണമെന്നും അവൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും മുത്തശ്ശൻ പറയാം. ഇവൻ എന്നും വാഴ്ത്തിയ ഇവനെ MD ആക്കിയ എൻ്റെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കണമെന്നുള്ളൊരു തോന്നൽ എപ്പോൾ ഉണ്ടായോ ആ സമയം മുതൽ നമ്മൾ മാത്രമല്ല നമ്മുടെ ബിസിനസ്സും അതുകൂടിയാണ് വിജയിച്ചതെന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരോടും പറയുന്നു. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലജ നിൽക്കുന്നത്. അതിന് പലപ്പോഴായി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ വിജയത്തിനും പിന്നിൽ ആദർശും നയനയുമാണ് എന്നുള്ളത്. അപ്പോഴും ജാനകി എന്നും പറഞ്ഞ് നിൽക്കും കേട്ടോ. അന്നേരം എടാ മോനെ, അതൊക്കെ നിൻ്റെ മുത്തശ്ശന് നിന്നേക്കാളും നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അത് പിന്നെ എനിക്കറിയത്തില്ലേ. അന്ന് ഡിസൈൻ ഫെസ്റ്റ് നടന്ന ദിവസം തന്നെ മുത്തശ്ശൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞതാണെന്നുള്ള കാര്യം നമ്മുടെ അനി അവിടെ വെച്ച് പറയും കേട്ടോ. ഏട്ടൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് നീ ഇവൻ്റെ കസേര ഏറ്റെടുത്തതെന്നും പിന്നീട് പലതവണ നീ പറഞ്ഞു ഇവനെ തിരിച്ചു വിളിക്കണമെന്ന്. ദേ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഞാനെന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പം നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷം. അനി നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. രാജകീയമായ മടങ്ങി വന്ന എൻ്റെ കൊച്ചുമോൻ വീണ്ടും പഴയതിനേക്കാളും പകട്ടോടെ പ്രൗഢിയോടെ മൂർത്തീസ് ജ്വല്ലറിയുടെ സാരഥിയാവുകയാണെന്നും MD സ്ഥാനം ഏറ്റെടുക്കുകയാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന്തിക, അഭി, ജാനകി, ജലജ കണ്ണുന്തിപ്പിടിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. മുത്തശ്ശൻ്റെ തീരുമാനം കേട്ടില്ലാത്തതിന് അറ്റാക്ക് വന്നു അവിടെ. എല്ലാവരും അന്താളിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഓരോരുത്തരുടെ മുഖത്തായിട്ട് ആ പുഞ്ചിരി ഇങ്ങനെ വിടർന്ന് വരും കേട്ടോ. നവിക്ക് പിന്നെ ആരെയും അറിയിക്കാതെ വേണം പുഞ്ചിരിക്കാൻ. അല്ലച്ച അനി വന്നതിന് ശേഷം എന്ന് ജാനകി ചോദിക്കുമ്പം അനി വന്നതിന് ശേഷം ഒരുപാട് വിജയങ്ങൾ നമുക്കുണ്ടായി. പക്ഷേ ആ വിജയങ്ങൾ ആരുടെ മിടുക്കാണെന്ന് നിൻ്റെ മോൻ നിന്നോടൊന്നല്ല എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ ഏട്ടനിരുന്ന കസേരയിൽ ഇരിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് നമ്മുടെ അനി പറയാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്തൊരു കസേര തന്നെയാണതെന്ന് അനി പറഞ്ഞു. അന്നേരം മുത്തശ്ശ ഇനിയിപ്പോഴേ ആ കസേരയിൽ അനി തന്നെ ഇരിക്കട്ടെ, ഞാൻ അവന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തോളാമെന്ന് ആദർശ് പറഞ്ഞു. ഒരു കാരണവശാലും പറ്റത്തില്ല കേട്ടോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി മുത്തശ്ശൻ പറഞ്ഞാലും ശരി ഞാൻ ആ കസേരയിൽ ഇരിക്കത്തില്ല എന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. അവന്തിക ഞെട്ടി. ഇവൻ എന്തൊരു മൊണ്ടനോ എന്ന് ജലജ അന്നേരം അവന്തികയോട് പതുക്കെ പറയുവാണ്. അങ്ങനെ അവന്തികയുടെ ആ പ്ലാനും പൊളിഞ്ഞു. എല്ലാം കൈവിട്ട് പോയേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.